നാമത്തിന് മഹത്വം. ദോഹ ശാലേം PVP അവതരിപ്പിക്കുന്ന 11ാമത് ബൈബിൾ നാടകം ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുന്നതാണ്. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും IPC ശാലേം PVPയുടെ പേരിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനം. നിരവധി അനവധി ബൈബിൾ നാടകങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിക്കുകയും അണിയറയിൽ പ്രവർത്തിക്കുകയും ചെയ്ത മുൻകാല പ്രവർത്തകരെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. നാടകരചനാ സംവിധാനം ബ്രദർ ബിൻസെന്റ് തോമസ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആവലോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരുടെ ഇടയിൽ നിത്യജീവൻ തങ്ങൾക്കും വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഈ ഭൗമിക ലോകത്തെ സുഖങ്ങൾ മുഴുവൻ ആസ്വദിച്ച് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൗകിക ജീവിതം മുന്നോട്ട് നയിച്ച് ഒന്നുകിൽ മരണം അല്ല എങ്കിൽ കർത്താവിന്റെ വീണ്ടും വരവെന്ന ചിന്ത പോലുമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളായ അവിശ്വാസികൾക്ക് വന്നു ഭവിക്കുന്ന ദുരവസ്ഥ വിശുദ്ധ വേദപുസ്തകത്തിലെ പല സന്ദർഭങ്ങളിൽ സംഭവിച്ച പല കഥാതന്തുക്കളെ കോർത്തുണക്കി ഒരു ബൈബിൾ നാടക രൂപേണ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചു കാട്ടുവാൻ ആഗ്രഹിക്കുന്നു. നിത്യരക്ഷയും നിത്യശിക്ഷയും വിവേകപൂർവം ദൈവഭയത്തോടും ദൈവാശ്രയത്തോടും കൂടെ തിരഞ്ഞെടുക്കുവാൻ എല്ലാവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ നാടകത്തിലെ കഥയും കഥാപാത്രങ്ങളും ബൈബിൾ അടിസ്ഥാനത്തിൽ ഉള്ളതായതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായി എന്തെങ്കിലും സാമ്യം വന്നാൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ യഹൂദ നഗരമധ്യത്തിലുള്ള ഒരു കച്ചവട കേന്ദ്രമായ കമ്പോളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ന്യായവിധി. ഞാൻ പറഞ്ഞതാണല്ലോ, ഇങ്ങനെ പോയാൽ ഞാൻ സമയത്ത് ചുങ്കം എങ്ങനെ കൊടുക്കും? ബർന്നബാസ്, നീ അവരെ കണ്ടുവോ? അയ്യോ, അടിയനോട് ക്ഷമിക്കണം, ഒരു അവിവേകം പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഈ കമ്പോളത്തിന്റെ ഒരു കഫീലല്ലേ, ആ ഒരു ബഹുമാനമെങ്കിലും. രണ്ടുപേരും ഇനി വരട്ടെ, രണ്ടുപേരും ഞാൻ പിരിച്ചുവിടുന്നുണ്ട്. അതെ, അതുപോലെ ഇന്നും നിങ്ങൾ താമസിച്ചു അല്ലേ? ഇങ്ങനെ കച്ചവടം ഞാൻ എങ്ങനെ തുടങ്ങും? ഇതിന് മേലാൽ ആവർത്തിച്ചേക്കരുത്. കച്ചവട സാധനങ്ങളൊക്കെ ക്രമീകരിച്ചു. കമ്പോളത്തിൽ ആൾക്കാർ വന്നു തുടങ്ങി, ആരവം കേട്ടു തുടങ്ങി. തുറക്കും, വേഗം കാര്യങ്ങൾ ക്രമീകരിച്ചു. ജോർദാനിൽ നിന്ന് കുറച്ച് കച്ചവടക്കാർ ഇസ്രായേലിലേക്ക് കച്ചവട സാധനങ്ങളുമായി കൊണ്ടുവരുന്നത് ഞാൻ അവിടെ വരെ പോയി കച്ചവടത്തിനായ ക്രമീകരണങ്ങൾ ചെയ്യുവാനും വേണ്ടി ഞാൻ ഇപ്പോൾ അവിടെ പോകുന്നു. ഇന്ന് കമ്പോളത്തിലെ ചുങ്കം മുഴുവൻ പരിസരം പിരിച്ചെടുക്കണം. ആർക്കും ഒരിളവ് പാടില്ല. ശരിയാണെന്നേ അങ്ങ് പറയുന്ന പോലെ ആ കശാപ്പുകാരൻ ബർന്നബാസിന്റെ അവന്റെ കയ്യിൽ നിന്ന് മുഴുവൻ ചുങ്കം പിരിച്ചു കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ കയ്യിലെ കത്തി, അദ്ദേഹത്തിന്റെ നോട്ടം കാണുമ്പോ നീ ഭയമാവുന്നു. എന്താ നിനക്ക് ഭയമോ? പിന്നെ എന്തിനാണ് ഞാൻ നിനക്ക് ചെന്നെ കൊടുക്കുന്നത്? അങ്ങ് പോകുന്നതല്ലേ ഉചിതം. പോയാൽ അദ്ദേഹം ചുങ്കത്തരാം വിസമ്മതിച്ചാൽ ഞാൻ പോകണമോ? എനിക്ക് പോകാൻ കഴിയാഞ്ഞിട്ടല്ല, എനിക്ക് ചുങ്കം പിരിക്കാൻ കഴിയാഞ്ഞിട്ടുമല്ല. പക്ഷേ നിനക്കും നിനക്കും അത് യോജിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയില്ല. അടിയനോട് ക്ഷമിക്കണമേ, ഞാൻ പോയിക്കോളാം. ഇതിനും വലിയ വല്ലന്മാരിൽ നിന്ന് ചുങ്കം പിരിച്ചിട്ടുള്ളവനാണ് സക്കറിയ. എനിക്കാരും ഭയമില്ല. ഭയം എന്റെ നിങ്ങളുടെ പോലുമില്ല. നീ ഇതിന് അനുഭവിക്കേണ്ടവരും, ഇതിന് ശിക്ഷ നീ അനുഭവിക്കേണ്ടവരും. പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണം. നീ ഇത് ആവർത്തിക്കണം. വേഗം പോയി ചുങ്കം പിരിച്ചു വരും. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചുങ്കം പിരിക്കണം. എല്ലാത്തിനും ഞാനിന്ന് കാണിച്ചു കൊടുക്കും. ചുങ്കം തരാത്ത ഒരാളെ ഈ ചന്തയിൽ ഞാൻ അനുവദിക്കില്ല.
എവിടെ അതിന്റെ കവി? ഇന്ന് നല്ല ശാന്തതയിലായി തോന്നുന്നു. എന്താണ് നിന്റെ ഉദ്ദേശം? എടുത്തു തന്ന അടിയിൽ പോകാമായിരുന്നു. എന്റെ കത്തിയുടെ മൂർച്ച പരീക്ഷിക്കണം നിന്റെ യജമാനോട് പറഞ്ഞേക്കണം. പിന്നെ നീ ആയതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. അപ്പോ ആഴ്ചയിൽ ഒരിടനാണെങ്കിലും എന്റെ യജമാനൻ ഒരു പാവമാണ്. ഒത്തിരി സംസാരിക്കണ്ട. ആ ചുക്കപ്പണം അതിലോട്ട് എടുത്തോണ്ട് പൊക്കോ. പിന്നെ നിന്റെ യജമാനോട് പറഞ്ഞേക്കണം 6 മാസത്തേക്ക് എന്റെ കടയുടെ പരിസരത്ത് വന്നേക്കുന്നത്. ശരി പറഞ്ഞ ബാസ്. യജമാനെ, ഭരണവാസിന്റെ ചുങ്കപ്പണം ഞാനൊന്ന് വിരട്ടിയപ്പോൾ അവൻ എടുത്തു തന്നു. ഞാൻ ഒന്നും കൂടെ വിരട്ടിയപ്പോൾ ഇരട്ടിപ്പണം തന്നു. അപ്പൊ നിന്നെ ചീറ്റിപ്പൊട്ടുന്നത് എനിക്ക് പ്രയോജനമുണ്ടല്ലോ. എവിടെയാ നിന്റെ കവി? വിളിച്ചു കൊണ്ടുവരും. യജമാനനെ ഒരു 6 മാസത്തെ സമയം തന്നു. കച്ചവടം വളരെ മോശമാണ്. അതുകൊണ്ട് ഒരു 6 മാസത്തെ സമയം ഞാൻ ചോദിക്കുകയാണ്. ഇല്ല, നിനക്ക് സമയമില്ല. എനിക്ക് തരാനുള്ള ചുങ്കപ്പണം തന്നില്ലെങ്കിൽ ഈ ചന്തയിൽ നിന്നെ കച്ചവടം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഇറങ്ങിപ്പോകൂ. ഇത്രയും കൂടെ ചുങ്കപ്പണം? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവന്മാരായോണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ ചുങ്കപ്പണം തരും. നീ ഇതാവർത്തിക്കും. നീ 6 മാസത്തേക്ക് നമുക്ക് ഇവരെ ആരും ബുദ്ധിമുട്ടിക്കണ്ടല്ലേ? ഉപദേശം എന്നോട് വേണ്ട. ചുങ്കപ്പണങ്ങൾ തന്നെ പിന്നാലെ വരൂ. നമുക്ക് അടുത്ത ചന്തയിലേക്ക് പോകാം. സിയൂസ് മർഹബ മർഹബ ശാലേം അലേഹം. അലേഹം ഷാലോം. സിനഗോഗിൽ നിന്ന് സിയൂസിനെ കണ്ടതേയില്ലല്ലോ. ഈ ഇടയായി ദേവാലയത്തിൽ താങ്കളുടെ ഇരിപ്പിടം ഒഴിഞ്ഞും കിടക്കുന്നു. റബിമാർ താങ്കളെ അന്വേഷിക്കുന്നുമുണ്ട്. അത് പിന്നെ എനിക്ക് അനേകം ഭൂസ്വത്തുക്കളും സ്വർണ്ണ ഖനികളും ഉള്ളതുകൊണ്ട് കൂടുതൽ സമയം അതുമായി ബന്ധപ്പെട്ട് അല്പം തിരക്കിലാണ്. 2 ദിവസം മുൻപാണ് 5000 കൊറൽ വിസ്തൃതിയുള്ള അത്തിത്തോട്ടവും 10000 കൊറൽ വിസ്തൃതിയുള്ള ഒരു കോതമ്പ് വയലും വാങ്ങിയത്. അതെയോ? അപ്പോൾ യഹൂദാദേശത്ത് എന്നെ പോലെ തന്നെ താങ്കളും അറിയപ്പെടുന്ന ഒരു ധനികനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെയൊന്നുമില്ല ജൂലിയാസ്. ഇതെല്ലാം കാലം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്നല്ലാതെ എന്താ ഇപ്പോൾ ഞാൻ പറയുക? എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ വിളവ്? 100 മേനി കിട്ടിയെന്ന് പരക്കൊരു ശ്രുതിയുണ്ടല്ലോ. കഴിഞ്ഞ വർഷം 100 അല്ല, ഇരട്ടി വിളവാണ് എനിക്ക് കിട്ടിയത്. ഈ വർഷം അതിൽ കൂടുതലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവയുടെ അനുഗ്രഹം എന്നല്ലാതെ എന്താ പറയുക? ഏയ്, അങ്ങ് എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? യഹോവയോ? അല്ലേ അല്ല, എന്റെ ബുദ്ധി, എന്റെ കഴിവ്, അതുകൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തവണ കളപ്പുര പൊളിച്ചു പണിയേണ്ടി വരുമല്ലോ. അതേ ജൂലിയാസ്, അതുകൊണ്ടാണ് നമ്മുടെ കെട്ടിടങ്ങൾ പണിയുന്ന ലൂസിഫറിനെ ഞാൻ കണ്ടു. 1000 ശേക്കൽ വെള്ളി മുൻകൂറായി ഏൽപ്പിച്ചു വരുന്ന വഴിയാണ്. നന്നായി നന്നായി. കുറച്ച് പണം നഷ്ടമായാലും ബൃഹത്തായ ഒരു കെട്ടിടം അങ്ങ് പണിയണം. അതാണ് ബുദ്ധി. നിലവിലുള്ള കെട്ടിടം പൊളിച്ച് വളരെ വിസ്തൃതിയുള്ള 2 കെട്ടിടങ്ങൾ പണിയുകയാണ് എന്റെ ഉദ്ദേശം. വിളവെടുപ്പ് കാലമൊക്കെ വരികയല്ലേ, അതെല്ലാം എനിക്ക് കൂട്ടിക്കൂട്ടി വെക്കണം. സിയൂസ്, നിങ്ങൾ ഭാഗ്യവാനാണ്. ജീവിക്കുന്നുവെങ്കിൽ ഈ പുണ്യഭൂമിയിൽ താങ്കളെ പോലെ ജീവിക്കണം. 100 തലമുറയ്ക്കുള്ള സമ്പാദിയായി ഏറിയ നാൾ ജീവിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ജീവിതം അത് നമ്മൾ ആഘോഷിക്കണം ജൂലിയാസ്. അതെ സിയൂസ്, നമ്മൾ ആഘോഷിക്കുക തന്നെ വേണം. അങ്ങേക്ക് എന്താണ് ഒരു കുറവ്? ഈ യഹൂദാദേശത്ത് മാത്രമല്ലല്ലോ, ഈ ഭൂമിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വസ്ത്രവ്യാപാരിയല്ലേ? ദിനംപ്രതി ധൂമ്ര വസ്ത്രവും പട്ടുടുപ്പും ഒക്കെ ധരിച്ച് ആഡംബരത്തോടുകൂടെ സുഖിച്ച് ജീവിക്കുകയല്ലേ? അതെ സിയൂസ്, പക്ഷേ എന്തുപറ്റി ജൂലിയാസ്? അങ്ങേ എന്തോ വിഷമം അലട്ടുന്നുണ്ടല്ലോ. യജമാനന്മാരെ, അടിയനോട് കരുണയുണ്ടാകണമേ. വിശക്കുന്നു, എന്തെങ്കിലും തന്ന് സഹായിക്കണേ. ആരാണിവൻ? ഈ യാചകന്റെ ശരീരത്തിൽ നിന്നുള്ള വ്രണങ്ങളുടെ രൂക്ഷഗന്ധം നമ്മെ അസഹ്യപ്പെടുത്തുന്നു. മാറി നിൽക്കൂ.
ലാസറേ, ഇവിടെ പള്ളിപ്രമാണിമാരും പട്ടണപ്രഭുക്കന്മാരും സന്ധിക്കുന്ന സ്ഥലമല്ലേ? നിനക്ക് എന്റെ തീന്മേശയിൽ ബാക്കി വരുന്ന അപ്പകഷ്ണങ്ങൾ തിന്ന് വിശപ്പടക്കാമല്ലോ. എന്തിനെന്നെ ഇവിടെ വന്നും അസഹ്യപ്പെടുത്തുന്നു? അപ്പോൾ ജൂലിയാസിന് ഇവനെ മുൻപരിചയമുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ സിയൂസ്, എന്നെ അലട്ടുന്ന വിഷയം ഇവനാണ്. ഈ ലാസർ, എന്റെ ബംഗ്ലാവിന്റെ പടിക്കൽ നായ്ക്കളോടൊപ്പം കഴിയുന്ന ഈ ലാസർ. ഹേ ലാസർ, നിനക്ക് സ്വന്തമായി ഭവനമൊന്നുമില്ലേ? നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് ഞങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കാൻ? ദൈവത്തിന് പോലും വേണ്ടാത്ത വെറും ഒരു പാഴ് ജന്മമല്ലേ നീ? ഞങ്ങളുടെ മുൻപിൽ നിന്ന് മാറി നിൽക്കൂ. ഇല്ല യജമാനനെ, എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമായ ഒരു ഭവനമില്ല. എന്നാൽ എനിക്ക് ഒരു ദിവസം മഹത്വമേറിയ ഒരു ഭവനമുണ്ടാകും എന്റെ കർത്താവിന്റെ കൂടെ. ലാസറേ, നീ എന്റെ നല്ല സുഹൃത്തായ സിയൂസിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം നിന്നെ സഹായിക്കും. നസ്രയനായ യേശു മാത്രമാണ് എന്റെ ആശ്രയം. നസ്രയനായ യേശു? ഈ അവസ്ഥയിലും അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഒരു തച്ചന്റെ മകൻ മാത്രമായിരുന്ന യേശുവിനെയാണോ ഇവൻ ആശ്രയിക്കുന്നത്? അതെ, ആ യേശു ക്രിസ്തുവാണ് എന്റെ ആശ്രയം. അവൻ ഒരിക്കൽ എന്റെ ഈ വ്രണങ്ങൾ നിറഞ്ഞ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യജമാനന്മാരും ആ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലാസറേ, എന്റെ സുഹൃത്തിനെയാണോ നീ ഉപദേശിക്കുന്നത്? അല്ല യജമാനനെ, സമ്പന്നനായാലും ദരിദ്രനായാലും ബലവാനായാലും ബലഹീനനായാലും നാം എല്ലാവരും ഒരിക്കൽ മരിക്കും. ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ഇല്ല എങ്കിൽ നിത്യ നരകമായിരിക്കും ഫലം. യജമാനന്മാരെ, എന്റെ ദേഹം തളരുന്നു. അല്പദാഹജലം തരുമോ? അയ്യോ! ലാസർ ദേ കിടക്കുന്നു. അവൻ ചത്തു. നമുക്ക് നോക്കാം തച്ചന്റെ മകനായ യേശു അവനെ രക്ഷിക്കാൻ വരുമോ എന്ന്. യേശു അവനെ രക്ഷിക്കുമെന്നാണല്ലോ ഇത്രയും നേരം അവൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. സമാധാനമായി അവന്റെ ശല്യം തീർന്നു കിട്ടിയല്ലോ. സിയൂസ്, വാ, നമുക്ക് പോകാം. ഇന്ന് ആഘോഷിക്കാൻ നമുക്ക് 2 കാരണങ്ങളായി. അതേ ജൂലിയസ്, നിനക്ക് ഈ ലാസറിന്റെ ശല്യം അവസാനിച്ചു, എനിക്ക് പ്രതീക്ഷിക്കാത്ത വിളവും ലഭിച്ചു. വരൂ, നമുക്ക് പോകാം. പ്രമാണികൾക്കും പ്രഭുക്കന്മാർക്കും റബിമാർക്കും വിരുന്ന് സൽക്കാരം ഒരുക്കി നമുക്ക് ആഘോഷിക്കാം. സഫീറ, അല്പം ചൂടുപാനി എന്തെങ്കിലും കൊണ്ടുവരൂ. വരുന്നു, ഇതാ കുടിച്ചുകൊള്ളൂ. എന്താ സഫീറ ഇത്? ഇത്രയും നാളുകളായിട്ട് ഒരു നല്ല സുലൈമാനി ഉണ്ടാക്കുവാൻ പഠിച്ചില്ലേ? അല്ലെങ്കിലും അങ്ങ് ഈയിടെയായിട്ട് നല്ലതൊന്നും പറയാറില്ല. എന്തിനും കുറ്റം കണ്ടുപിടിക്കുകയാണ്. എനിക്കിതൊട്ടും സഹിക്കുന്നില്ല. അതുപോട്ടെ, പതിവില്ലാതെ ഇത് കുറെ തവണ ആയല്ലോ എണ്ണി എണ്ണി മാറ്റുന്നു. എത്ര തവണ എണ്ണിയിട്ടും കൊടുക്കാനുള്ള തുക ശരിയായി വരുന്നില്ല. എന്തായാലും ആ ജോസഫ് കൊടുത്തതിലും അധികം കൊടുക്കണം. അപ്പോസ്തലന്മാരുടെ കണ്ണിലുണ്ണി ആ പ്രബോധനപുത്രൻ ജോസഫ് എന്തെങ്കിലും വിവരക്കേട് കാണിച്ചു എന്ന് കരുതി അങ്ങ് ഈ പണം മുഴുവനും കൊടുക്കുവാനാണോ ഉദ്ദേശിക്കുന്നത്? ഞാനെന്താ പൊട്ടനാ? അല്ലെങ്കിൽ തന്നെ ഇത്രയും പണം ദൈവത്തിന് ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഇത് കുറച്ച് ഇവിടെ ഇരിക്കട്ടെ, ബാക്കി നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങക്ക് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ അറിയാം. എന്തായാലും ബർന്നബാസ് കൊടുത്തതുപോലെ നക്കാപ്പിച്ച കാശൊന്നും അല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഈ തുകയുടെ വലിപ്പം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അതിശയിക്കും. അതെ അതെ, ഇന്നത്തെ പൊതു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നമ്മൾക്കായിരിക്കും മുൻഗണന. ഞാനെന്നാൽ വേഗം പോയി വരാം, യോഗം തുടങ്ങാറായി കാണും. ശരി അനന്യാസ്, എന്നാൽ വേഗം പോയി വരൂ. ഞാൻ അല്പം കഴിയുമ്പോൾ ആ തബീത സഹോദരിയുടെ തയ്യൽക്കട വരെ ഒന്ന് പോകും. എന്താ കാര്യം? ഒരു പുതിയ കുപ്പായം പുതിയ ആകൃതിയിൽ തബീതയെ കൊണ്ട് തുന്നിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ പണത്തിൽ നിന്നും അല്പം ഞാൻ എടുക്കും. സഫീറ, നിനക്ക് ആവശ്യത്തിലേറെ കുപ്പായങ്ങൾ തടിപ്പെട്ടികളിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് കൂടാഞ്ഞിട്ടാണോ വീണ്ടും ഈ പാഴ്ചെലവ്? നമ്മൾക്ക് ആവശ്യത്തിനേറെ പണവും വസ്തുവകകളും ഉണ്ടല്ലോ. എന്നിട്ടും അങ്ങ് എന്തിനാണ് ഇങ്ങനെ പിശുക്ക് കാട്ടുന്നത്? എന്തായാലും ഈയിടെയായിട്ട് നിനക്ക് അധിക ചെലവ് കൂടുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ പോയി വരാം. ഒരു നല്ല കാര്യത്തിന് പോവുകയല്ലേ, ദേഷ്യം ഉള്ളിൽ വെക്കണ്ട. ശരി, പോയി വരൂ. ഇനി അഥവാ ഞാൻ വരാൻ താമസിച്ചാൽ നീ അവിടേക്ക് വന്നാൽ മതി. ചിലപ്പോൾ നിർബന്ധിച്ച് എന്നെ പുതിയ വല്ല സ്ഥാനമാനങ്ങൾ ഏൽപ്പിക്കുന്നതിന്റെ തിരക്കിലായിരിക്കും. ശരി, എന്നാൽ അങ്ങനെ ആകട്ടെ.
അനന്യാസ്, എന്താണിത്? ദൈവത്തിന്റെ പ്രിയദാസനെ, ഇത് കുറച്ച് പണമാണ്. ഞങ്ങളുടെ ഒരു നിലം വിറ്റ് അതിൽ നിന്ന് ലഭിച്ച മുഴുവൻ പണവും ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനന്യാസേ, നീ പറയുന്നത് സത്യമാണോ? വിറ്റ തുകയുടെ മുഴുവൻ ഇതിലുണ്ടെന്നാണോ? തീർച്ചയായും മുഴുവൻ തുകയുണ്ട്. അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം പ്രവർത്തിപ്പാനും വിലയുടെ പകുതി എടുത്ത് കൈവശം വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് വിൽക്കുന്നതിന് മുമ്പും അത് നിന്റെ ആയിരുന്നു, വിറ്റതിന് ശേഷവും നിന്റെ കൈവശം തന്നെ. പിന്നെ നീ ഇതിന് മനസ്സ് വെച്ചത് എന്തിന്? മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ വ്യാജം പ്രവർത്തിച്ചത്. നീ മനുഷ്യരോടല്ല ദൈവത്തോടത്ര വ്യാജം പ്രവർത്തിച്ചത്. കർത്താവിന്റെ ദാസൻ, എന്നോട് ക്ഷമിക്കണമേ. ദൈവമേ, ക്ഷമിക്കാനുള്ള വകയില്ല. എന്നോട് ക്ഷമിക്കണമേ. ഇവനെ ശീലകൾ പൊതിഞ്ഞ് പുറത്താക്കുക. കവിത സഹോദരി, ഇന്ന് എന്താണ് കടയിൽ പതിവില്ലാതെ തിരക്ക്? എന്റെ സഫീറെ, ഒന്നും പറയേണ്ട. കർത്താവ് സഹായിച്ച കുറച്ച് നല്ല തുണിത്തരങ്ങൾ ലഭിച്ചു. എന്നാൽ പിന്നെ അത് തുന്നി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമെന്ന് കരുതി. തബിതേ, എന്തിനാണ് ഈ പാഴ്ചെലവ്? ആ തുന്നിയ തുണികളൊക്കെ എൻ്റെ കയ്യിൽ തന്നിരുന്നുവെങ്കിൽ ഞാനത് നമ്മുടെ വസ്ത്രവ്യാപാരി ജൂലിയസ് ധനികന് കൊടുത്ത് നല്ലൊരു തുക വാങ്ങി തരുമായിരുന്നല്ലോ. ഞാൻ ഇതൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന നന്മ പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അതിൽ ഞാൻ സാമ്പത്തിക ലാഭം നോക്കാറില്ല സഹോദരി. അല്ല സഫീറെ, ഈ സമയത്ത് വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്റെയും അനന്യാസിന്റെയും പേരിൽ നഗരമധ്യത്തിലുള്ള ആ 100 ഏക്കർ സ്ഥലം ഞങ്ങൾ അതങ്ങ് വിറ്റു. ആ കാശുമായി അനന്യാസ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയിരിക്കുകയാണ്. അത് ഞങ്ങൾ മുഴുവനായും അങ്ങ് കൊടുത്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നല്ല കാര്യമല്ലേ? അനന്യാസ് പോയിട്ട് ഇതുവരെ വന്നില്ല. ഞാൻ താമസിച്ചാൽ ഞാൻ അവിടേക്ക് ചെല്ലണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ ഉടുപ്പ് ഒന്നുകൂടെ ഒന്ന് മോടി വരുത്തിയാലോ എന്ന് കരുതിയത്. ഇത് നല്ല മോടിയിലുള്ളതാണല്ലോ, ഇതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആണോ? തബിത വരുന്നോ? തുക ഇത്തിരി കൂടുതൽ കൊടുത്തത് കൊണ്ട് വലിയ വലിയ കാര്യങ്ങളായിരിക്കും അവിടെ ചർച്ച ചെയ്യുന്നത്. ഓ, ഞാൻ വരുന്നില്ല സഹോദരി. പിന്നെ തുകയുടെ വലിപ്പത്തിലല്ലല്ലോ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സഹോദരിക്ക് അറിയാമല്ലോ, ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും ചന്തയിലെ കച്ചവട സ്ഥാപനങ്ങളിലും അമിത ചുങ്കം പിരിച്ച ചുങ്കക്കാരൻ സക്രിയയെ യേശുവിനെ കണ്ടപ്പോൾ മാനസാന്തരപ്പെട്ട് തനിക്കുള്ളതെല്ലാം എല്ലാവർക്കും വീതിച്ചു കൊടുത്തത്. പറഞ്ഞതിൽ ഒരു ഉപദേശസ്വരം ഉണ്ടല്ലോ സഹോദരി. അതൊക്കെ ചുമ്മാ ആൾക്കാരെ കാണിക്കാനുള്ള പ്രഹസനങ്ങളല്ലേ. സഹോദരി വരുന്നെങ്കിൽ വാ. സഫീറെ, നീ പോയിട്ട് വാ. അല്ല, അത് നമ്മുടെ പത്രോസ് അപ്പോസ്തലനല്ലേ വരുന്നത്? ശരിയാണല്ലോ. മാറാനാഥ, അനന്യാസ് ദേവദാസനെ വന്ന് കണ്ട് ഞങ്ങളുടെ വിഹിതം മുഴുവനും തന്നു കാണുമല്ലോ. ജോസഫ് തന്നതിന്റെ 10 മടങ്ങുണ്ടായിരുന്നു. മാറാനാഥ സഫീറ, അത്രയും തുകയ്ക്കാണോ നിങ്ങൾ സ്ഥലം വിറ്റത്? അതേ ദേവദാസ, വിറ്റ് കിട്ടിയ മുഴുവൻ പണവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതുണ്ട്. ഇതാ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാദിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. ഇന്ന് നാം എടുക്കുന്ന നിർണായക തീരുമാനം നിത്യത നാം എവിടെയാണ് ചിലവഴിക്കുന്നതെന്ന് നിർണയിക്കും. കപട ലോകത്തിലെ കപടത വെടിഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കാതെ ലോകത്തിന്റെ സുഖലോലുപതയിൽ ലയിച്ച് സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവിനെ നശിപ്പിക്കാതെ മാനസാന്തരപ്പെടുവീൻ. ഇതാ വലിയൊരു ന്യായവിധി വരുവാൻ പോകുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന ചിന്തയോടുകൂടെ കാലം പോക്കിയത് മതി. അല്ലാഞ്ഞാൽ നിത്യ നരകമെന്ന ശിക്ഷാവിധിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. സാത്താനും അവന്റെ സന്തതികൾക്കും ഒരുക്കിയിരിക്കുന്ന കരച്ചിലും പല്ലുകടിയും ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നിത്യ നരകത്തിലേക്ക് പോകാതെ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അല്ലാഞ്ഞാൽ നിത്യമായ നരകശിക്ഷയ്ക്ക് ഓഹരിക്കാരാകും. യുഗക്കാരും പാപികളും ആരോരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന മനുഷ്യർ തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി മാനസാന്തരത്തിലൂടെ സ്വർഗീയ പരദീസയ്ക്ക് ഓഹരിക്കാരായി തീർന്നതുപോലെ നാമും നമ്മുടെ കുറവുകളെ കണ്ടുണർന്ന് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാതെ മാനസാന്തര അനുഭവത്തിലൂടെ ദിനം തോറും നമ്മുടെ ഹൃദയങ്ങളെ പുതുക്കി സന്തോഷവും സമാധാനവും ഉല്ലാസവുമുള്ള സ്വർഗീയ പരദീസയ്ക്ക്
ഓഹരിക്കാരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ത്രിയേക ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.